നമ്മുടെ +2 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലൊന്നാണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രൽസിൽ ഒരുപാട് ഇൻറ്റഗ്രേഷൻ്റെ മെത്തേഡ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ എന്ത്, എവിടെ, എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ്. സോ നമുക്കിവിടെ കുറച്ച് മെത്തേഡ്സ് അതുപോലെ തന്നെ കുറച്ച് റിസൾട്ട്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ആ മെത്തേഡ്സും ആ റിസൾട്ട്സും നിങ്ങൾ നോക്കി വെച്ചോളി. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും കൂടാതെ നമ്മളെ മെയിൻ എക്സാമിനും +2 പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു പോർഷന് ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും വരും. നിങ്ങൾ നോക്കിക്കോളി. ആദ്യം നമുക്ക് കുറച്ച് റിസൾട്ട്സ് നോക്കാം. ഫസ്റ്റത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1/(x²-a² dx) ഇൻറ്റഗ്രൽ ഓഫ് 1/(x²-a² dx കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം 1/2a ഇൻറ്റു ലോഗ് ഓഫ് x-a ഡിവൈഡഡ് ബൈ x+a. പിന്നെ ഇൻറ്റഗ്രേഷൻ ആണ്. ഇൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. സോ അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിയും വരും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/(a²-x²) 1/(a²-x² dx വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? 1/2a ഇൻറ്റു ലോഗ് ഓഫ് a+x ഡിവൈഡഡ് ബൈ a-x പ്ലസ് സി ഉണ്ടാവും. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/(x²+a²) x²+a² വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് സി ആയിരിക്കും. സോ ഇൻറ്റഗ്രൽ ഓഫ് x²-a² ആണ്. x²-a² ആണ് വരുന്നതെങ്കിൽ 1/2a ഇൻറ്റു ലോഗ് ഓഫ് x-a ഡിവൈഡഡ് ബൈ x+a പിന്നെ ഒരു സി. പിന്നെ ഇൻറ്റഗ്രൽ ഓഫ് 1/(a²-x² ആണ് വരുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് a²-x² dx ആണ് വരുന്നതെങ്കിൽ 1/2a ഇൻറ്റു ലോഗ് ഓഫ് a+x ഡിവൈഡഡ് ബൈ a-x പ്ലസ് ഒരു സി ഉണ്ടാവും. ഇൻറ്റഗ്രൽ ഓഫ് 1/(x²+a² ആണ് വരുന്നതെങ്കിൽ അവിടെ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് സി ആയിരിക്കും വരിക. ഇതൊരു സെറ്റ് റിസൾട്ട്സ് ആണ്. ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കാം. രണ്ടാമത്തെ സെറ്റിൽ ഇൻറ്റഗ്രൽ ഓഫ് 1/(x²-a² ആണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് 1/(x²-a² dx ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ലോഗ് ഓഫ് x പ്ലസ് (x²-a² പ്ലസ് സി ആയിരിക്കും. സോ ഇവിടെ എന്താ വരുന്നത് നോക്കാം. ഇവിടെ ഡിനോമിനേറ്ററിൽ ((x²-a²) ആണ്. സോ അവിടെയും സ്ക്വയർ റൂട്ടിൻ്റെ അടുത്ത് (x²-a² ആയിരിക്കും വരിക. ഇനി അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/(a²-x² dx a²-x² dx വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് സി എന്ന് എഴുതാം. സോ ഇൻറ്റഗ്രൽ ഓഫ് 1/(a²-x² വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെ മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/(x²+a² ആണ്. x²+a² ആണ് വരുന്നതെങ്കിൽ നമുക്ക് ലോഗ് ഓഫ് x പ്ലസ് ((x²+a²) ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ, അതായത് ഇവിടെ x²+a² ആണ് വരുന്നത്. x²+a² ആണെങ്കിൽ x²+a² ആയിരിക്കും. ഇത് രണ്ടും സിമിലർ ആണ്. സോ x²-a² x²+a², 1/(x²-a²) 1/(x²+a²) സിമിലർ പാറ്റേൺ ആണ്. സോ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. സിമ്പിളാക്കാം നമുക്ക്. ഇനി അടുത്തതാണ് ഇൻറ്റഗ്രൽ ഓഫ് x²-a² dx. ഇൻറ്റഗ്രൽ ഓഫ് x²-a² dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x/2 ഇൻറ്റു റൂട്ട് ഓഫ് x²-a² മൈനസ് a²/2 ഇൻറ്റു ലോഗ് ഓഫ് x പ്ലസ് റൂട്ട് ഓഫ് x²-a² പ്ലസ് സി ആണ്. സോ ഇവിടെ നോക്കാം. ഇവിടെ x²-a² ആണ്. x²-a² ആണെങ്കിൽ ഫസ്റ്റ് പോർഷനകത്ത് x/2ൻ്റെ കൂടെ x²-a² തന്നെ വരും. x² മൈനസ് ആണ് വരുന്നത്. ആ സൈന് ഇവിടെ കൊടുക്കുക. മൈനസ് a²/2 ഇൻറ്റു ലോഗ് ഓഫ് x പ്ലസ് x²-a². ഇവിടെ എന്താണോ വരുന്നത് അത് 2 തവണ വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ മൈനസ് സൈനാണ് നടുവിൽ വരുന്നത്. ഇനി അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് x²+a² dx. x²+a² dx ആണ് വരുന്നതെങ്കിൽ x/2 ഇൻറ്റു റൂട്ട് ഓഫ് x²+a² മൈനസ് a²/2 ഇൻറ്റു ലോഗ് ഓഫ് x പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് x²+a² പ്ലസ് സി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് സ്ക്വയർ റൂട്ട് x²+a². x²+a² ആണെങ്കിൽ ഇവിടെയും x²+a², ഇവിടെയും x²+a². അതുപോലെ ഇവിടെ പ്ലസ് ആണ് വരിക, മൈനസ് അല്ല. ഇവിടെ നമുക്ക് പ്ലസ് ആണ് വരിക. അടുത്തത് ഇൻറ്റഗ്രൽ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് a²-x² dx. a² - x² dx ആണ് വരുന്നതെങ്കിൽ x/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് a²-x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് സി ആയിരിക്കും വരിക. സോ ഇൻറ്റഗ്രൽ ഓഫ് a²-x² ആണ് വരുന്നതെങ്കിൽ
നമുക്ക് എന്ത് കിട്ടും? x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a² 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് c ആയിരിക്കും വരിക. a² - x² വന്നാൽ ഇവിടെ a² - x² വരും, പിന്നെ വരിക സൈൻ ഇൻവേഴ്സ് ആണ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇത് നോക്കണേ, ഇത് പ്ലസ് ആണ് വരിക, നെഗറ്റീവ് അല്ല. ഇനി അടുത്തത് നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിൽ 3 ടൈപ്പാണ് ഇവിടെ ചോദിക്കുക. ഇത് ഈ ഒരു പാറ്റേണിൽ 3 ടൈപ്പ്. ആദ്യത്തെ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഫോം എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/ax² പ്ലസ് bx പ്ലസ് c dx എന്ന രീതിയിൽ. അതായത് നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നത്. ഇതേപോലെ വരുന്നതാണ് 1/√ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോർമാറ്റിൽ. അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രൽ ഓഫ് √ax² പ്ലസ് bx പ്ലസ് c dx ഇങ്ങനെ വരുന്നത്. സോ ക്വാഡ്രാറ്റിക് ഒന്നെങ്കിൽ ഡിനോമിനേറ്റർ വരിക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് നമ്മുടെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരിക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് നമ്മുടെ എന്തിൽ വരിക, നോർമൽ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരിക, ന്യൂമറേറ്ററിൽ തന്നെ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരിക. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരൊറ്റ പാറ്റേണിലാണ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ax² പ്ലസ് bx പ്ലസ് cനെ നമ്മൾ എന്താക്കി ഒരു പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് സംതിങ് എന്തോ ഒന്നിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് എഴുതാം. സോ a ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് ആൽഫ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ, ഒന്നുമില്ല, എന്തോ ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് എന്തോ ഒന്നിൻ്റെ സ്ക്വയർ, ആ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതും. എന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യും. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തേൽ നമുക്ക് 1/x² - 6x പ്ലസ് 13 dx തന്നിട്ടുള്ളത്. സോ 1/x² - 6x പ്ലസ് 13 dx. ഇവിടെ 1/ ക്വാഡ്രാറ്റിക് എന്നുള്ള ഫോമിലാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ x² - 6x പ്ലസ് 13നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ നോക്കും. സോ നമുക്ക് എന്താ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ടേംസ് ഓർമ്മ ഉണ്ടല്ലോ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ടേംസ് എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എടുക്കും, എക്സിൻ്റെ കോഫിഷ്യൻ്റ് പകുതി എടുക്കും, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. സോ ഇവിടെ x² - 6x പ്ലസ് 13, ഇവിടെ 6xൻ്റെ കോഫിഷ്യൻ്റ്, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഏതാ? -6, -6ൻ്റെ പകുതി -3, -3ൻ്റെ സ്ക്വയർ 3². സോ നമ്മൾ 3² ആഡ് ചെയ്യും, 3² സബ്സ്ട്രാക്ട് ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് x - 3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എന്താ കിട്ടുന്നത്? ഇവിടെ വരുന്ന സൈൻ മൈനസാണ്, അതുകൊണ്ട് x - 3 ദ ഹോൾ സ്ക്വയർ കിട്ടും. അതേപോലെ പ്ലസ് 13 -3², -3² 9 ആണ്. സോ 13 - 9 4 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? x² - 6x പ്ലസ് 13 എന്നുള്ളത് x - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്നുള്ള ഫോർമുല കിട്ടും. അത് നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് x - 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2² എന്ന് കിട്ടും. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്തോ ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് എന്തോ ഒന്നിൻ്റെ സ്ക്വയർ രണ്ട് പാർട്ടാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാലോ. സോ ഇൻറ്റഗ്രൽ 1/x² - 6x പ്ലസ് 13 dx എന്ന് പറയുന്നത് 1/√1/x - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2² എന്നുള്ള ഫോമിലേക്ക് കിട്ടി. നമ്മൾ ഇനി ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അല്ല, ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതൊരു ഫോമാണ് 1/a² പ്ലസ് x² എന്നല്ല, അല്ലെങ്കിൽ x² പ്ലസ് a² എന്നുള്ള ഫോമാണിത്. സോ 1/x² പ്ലസ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് c എന്നുള്ള ഫോമാണ്. സോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ഫോം ഉണ്ട്. സോ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഉള്ളത് x - a. സോ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഇവിടെ ഒരൊറ്റ എക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടാവാം. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു x - 3ക്ക് നമ്മൾ t എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു. നമുക്ക് dx ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ dt ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. dt/dx വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ dt/dx ഈസ് ഈക്വൽ ടു നമ്മൾ x - 3 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. സോ dt/dx ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? dt/dx ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ dt ഈസ് ഈക്വൽ ടു dx എന്ന് കിട്ടും. സോ നമ്മളെ ഇൻറ്റഗ്രൽ മാറും. ഇൻറ്റഗ്രൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1/t² പ്ലസ് 2² എന്നുള്ള ഫോർമാറ്റിലേക്ക് വരും. ഈ ഒരു ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ ഓഫ് 1/t² പ്ലസ് 2² എന്നുള്ള ഫോർമാറ്റിലേക്ക് വരും. സോ നമുക്കറിയാം 1/x² പ്ലസ് a² ആണെങ്കിൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ് വരാം. സോ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് c എന്നുള്ള ഫോർമാറ്റിൽ വരും. സോ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് t/2 പ്ലസ് c എന്ന് കിട്ടും. സോ നമ്മളെ ടീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുത്ത വാല്യൂ ആണ് x - 3 ആണ്. നമ്മളെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഓഫ് 1/t² പ്ലസ് 2² അതായത് ഈ ഒരു ഫോം ഇൻറ്റഗ്രൽ ഓഫ് 1/x² പ്ലസ് 6x പ്ലസ് 13ൻ്റെ വാല്യൂ
1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 3/2 പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിലേക്ക് വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ആദ്യം എന്താക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക്കിനെ നമ്മൾ എന്താക്കിയുള്ള ഒരു എന്തോന്നിൻ്റെ സ്ക്വയർ പ്ലസ് എന്തോന്നിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് എഴുതുക. സോ അത് നമുക്ക് ഏതെങ്കിലും ഒരു ഫോം ആയിരിക്കും ഉണ്ടാവുക. ആ ഫോം അവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഇൻറ്റഗ്രൽ ഓഫ് 1/√5x² - 2x എന്നുള്ള ഫോമിലാണ് അവിടെ തന്നിട്ടുള്ളത്. സോ ഇതൊരു കംപ്ലീറ്റ്ലി ഇത് എങ്ങനെയപ്പം ചെയ്യാം? നമ്മൾ ആദ്യം എന്താ ഉദ്ദേശിക്കുക, നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ 5 ഉണ്ടല്ലോ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ x² കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 5 നമ്മൾ പുറത്തേക്ക് എടുക്കും. സോ നമ്മൾ ആദ്യം എന്താക്കും, 5 പുറത്തേക്ക് എടുക്കും. 5 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഓഫ് 1/√5 ഇൻറ്റു x² - 2/5 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. നമ്മൾ ആ √5 നമ്മൾ ഫുള്ള് പുറത്തേക്ക് എടുക്കും. സോ 1/√5 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/√x² - 2/5x എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റിൻ്റെ സ്ക്വയർ ടേം അപ്ലൈ ചെയ്യും. സോ 1/√5 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/√x² - 2/5x അവിടെ ഉണ്ടാവും. ദോ ഈ എക്സിൻ്റെ കോഷ്യൻ്റ് 2/5 ആണ്. 2/5ൻ്റെ പകുതി 1/5 ആണ്. 1/5ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√5 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1/√x - 1/5 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ ഒന്നുമില്ല, ഇതെന്ന് പറഞ്ഞാൽ x - 1/5 ദി ഹോൾ സ്ക്വയറിൻ്റെ ഫോമാണ്. സോ നമ്മൾ ഇങ്ങോട്ട് നിന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓഫ് 1/√x² - a² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് x² - a² പ്ലസ് സി എന്നുള്ള ഫോമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഫോമാണിത്. സോ ആ ഫോം കൂടെ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1/√5 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1/x - 1/5 ദി ഹോൾ സ്ക്വയർ മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ x - 1/5 നമുക്ക് പരിചയമില്ല. സോ നമ്മൾ അവിടെ നിന്നിട്ട് ടി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ടീൻ്റെ വാല്യൂ x - 1/5 എന്ന് എടുക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ dt/dx = 1 എന്ന് കിട്ടും. സോ dt-യുടെ വാല്യൂ dx എന്ന് കിട്ടും. സോ dt = dx എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? ഈ ഒരു ഫോമിന് നമുക്ക് 1/√5 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/t² - 1/5 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതിൽ നമ്മൾ നമ്മുടെ ഫോം ഇവിടെ തന്നിട്ടുള്ള ഫോം നമ്മൾ അപ്ലൈ ചെയ്യും. സോ 1/x² - a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് x² - x², സ്ക്വയർ റൂട്ട് ഓഫ് x² - x², സ്ക്വയർ റൂട്ട് ഓഫ് x² മൈനസ് സ്ക്വയർ റൂട്ട് ഉണ്ട് അവിടെ, സ്ക്വയർ റൂട്ട് ഓഫ് x² - a² എന്നുള്ള ഫോമിലേക്കാണ് വരിക. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാല്യൂ എന്തിനും 1/√5 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് മൈനസ് 1/, ടിയുടെ വാല്യൂ x - 1/5 ആണ്. ലോഗ് ഓഫ് x - 1/5 പ്ലസ് റൂട്ട് ഓഫ് x - 1/5 ദി ഹോൾ സ്ക്വയർ മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. x - 1/5 ദി ഹോൾ സ്ക്വയർ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യും. സോ നമുക്ക് 1/√5 ഇൻറ്റു ലോഗ് ഓഫ് x - 1/5 പ്ലസ് റൂട്ട് ഓഫ് x² മൈനസ് 2x/5 പ്ലസ് 1/5 ദി ഹോൾ സ്ക്വയർ വരും. മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ ആണ്. സോ പ്ലസ് 1/5 ദി ഹോൾ സ്ക്വയർ മൈനസ് 1/5 ദി ഹോൾ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് കിട്ടും? 1/√5 ഇൻറ്റു ലോഗ് ഓഫ് x - 1/5 പ്ലസ് റൂട്ട് ഓഫ് x² മൈനസ് 2x/5 എന്ന് നമുക്ക് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി രണ്ടാമത്തെ ടൈപ്പിൽ ഇത് എങ്ങനെയാണ് വരിക വെച്ചാൽ px+q എന്നുള്ളത് ന്യൂമറേറ്ററിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ന്യൂമറേറ്ററിൽ ഉണ്ടാവും. ദെൻ താഴെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും നമ്മുടെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക. ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് px+q ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ax² + bx + c. ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ ഒരു ഫോർമാറ്റിൽ, ഈ രണ്ട് ഫോർമാറ്റിലും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ px+q ഈ ന്യൂമറേറ്ററിലുള്ള ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ a ഇൻറ്റു d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിലുള്ള പോളിനോമിയൽ എഴുതും പ്ലസ് ബി എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് കാണിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽ ആയിട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് x+2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2x² + 6x + 5 dx തന്നിട്ടുണ്ട്.
സോ നമ്മൾ എന്താ ആദ്യം പറഞ്ഞു, നമ്മൾ ന്യൂമറേറ്ററിലുള്ള ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിലുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പ്ലസ് ബി എന്ന് എഴുതും. സോ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ എ ഇൻറ്റു ഇതിൻ്റെ 2x² ഡിഫറൻഷ്യൽ 4x ആണ്. 6x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 കിട്ടും. എ ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടും. നമ്മളിത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ax പ്ലസ് 6a പ്ലസ് ബി എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, 4aയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 1/4 ആയിരിക്കും. ദെൻ 6a പ്ലസ് ബിയുടെ വാല്യൂ നമ്മൾ രണ്ട് സൈഡും കമ്പയർ ചെയ്യാണ്. സോ ഇവിടെ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 4ax പ്ലസ് 6a പ്ലസ് ബി ആണ്. നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുള്ളത്. സോ 6a പ്ലസ് ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 6 ഇൻറ്റു 1/4 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 2 മൈനസ് 3/2, കാരണം 6/4 ആയിരിക്കും. രണ്ടിനും കോമൺ ആയിട്ടുള്ള 2 ഉണ്ട്, ക്യാൻസൽ ഔട്ട് ചെയ്യും, 3/2 വരും. സോ ബി ഇസ് ഈക്വൽ ടു 2 മൈനസ് 3/2. 2 മൈനസ് 3/2 എത്രയാണ്? 2 2 മൈനസ് 1.5. സോ 2 മൈനസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും. ബിയുടെ വാല്യൂ 1/2 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റഗ്രലിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ ഓഫ് 1/4 ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് 1/2. നമ്മൾ 2x പ്ലസ് 2 നമ്മൾ ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽസ് ആക്കി മാറ്റി എഴുതാൻ പറ്റും. സോ 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 4x പ്ലസ് 6 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx എന്ന് കിട്ടും. അതേപോലെ പ്ലസ് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/2x² പ്ലസ് 6x പ്ലസ് 5 dx എന്ന് കിട്ടും. സോ നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രലിനെ രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽസ് ആയിട്ട് മാറ്റി എഴുതി. ഇനി നമുക്ക് ഈ രണ്ട് ഇൻറ്റഗ്രൽസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടിട്ട് ഈ ഒരു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. സോ നമ്മൾ എന്ത് എഴുതി? 1/4 ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റഗ്രൽ പ്ലസ് 1/2 ഇൻറ്റു സെക്കൻഡ് ഇൻറ്റഗ്രൽ. നമുക്ക് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി എഴുതുന്നത്. സോ I1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 4x പ്ലസ് 6 ദ ഹോൾ ഡിവൈഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx എന്ന് കിട്ടും. സോ അറിയുന്ന മറ്റൊരു റിസൾട്ടാണ് ഇൻറ്റഗ്രൽ ഓഫ് 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് സി ആണ്. അതായത് നമ്മുടെ ഡിനോമിനേറ്ററിൽ ഉള്ള സംഖ്യ, ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ, ഡിനോമിനേറ്ററിലുള്ള സംഖ്യയുടെ ഡെറിവേറ്റീവ് മുകളിൽ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ, ആ ഒരു ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത് ലോഗ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലോഗ് ഓഫ് എന്താണോ ഡിനോമിനേറ്ററിലുള്ളത്. സോ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ 2x² പ്ലസ് 6x പ്ലസ് 5 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ വരുന്നത്. സോ എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും മുകളിൽ വരിക. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ I1നെ നമുക്ക് ലോഗ് ഓഫ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് C1 എഴുതാം. സോ നമ്മുടെ I1 എന്ന് പറഞ്ഞ ഇൻറ്റഗ്രൽ, ഫസ്റ്റ് ഇൻറ്റഗ്രൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് C1 എന്ന് കിട്ടും. ഇത് നമ്മൾ സെക്കൻഡ് ഇൻറ്റഗ്രൽ കൺസിഡർ ചെയ്യണം. I2 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1/2x² പ്ലസ് 6x പ്ലസ് 5 dx ആണ് കിട്ടുക. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ്? 1/ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ഇവിടെ വരുന്നുള്ളത്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണോ x² കോഫിഷ്യന്റ് അത് പുറത്തേക്ക് എടുക്കും. സോ 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/x² പ്ലസ് 3x പ്ലസ് 5/2 dx എന്ന് എടുക്കും, കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്താക്കും? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ടൈം കൂടെ അപ്ലൈ ചെയ്യും. സോ 1/2 ഇൻറ്റു 1/x² പ്ലസ് 3x പ്ലസ് 5/2. എന്നിട്ട് 3ൻ്റെ പകുതി എന്താണോ അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും. 3/3ൻ്റെ സ്ക്വയർ 3ൻ്റെ പകുതി 3/2, 3/2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും, 3/2ൻ്റെ സ്ക്വയർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ x പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. 1/2 ദ ഹോൾ സ്ക്വയർ എവിടെ നിന്ന് വരുന്നത്? സംശയം വരാം. 5/2 മൈനസ് 3/2ൻ്റെ സ്ക്വയർ 9/4, 5/2 മൈനസ് 9/4 വരും. സോ എന്ത് വരും? നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 10/4 മൈനസ് 9/4 വരും. 10/4 മൈനസ് 9/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഈ 1/4 നമുക്ക് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇൻറ്റഗ്രൽ 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/4
എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5/2 നമുക്ക് 1/2 ഇൻറ്റു ഇൻറ്റേഗ്രൽ എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് അറിയുന്ന ഫോമാണല്ലോ. അതിന് മുന്നേ നമുക്ക് എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് പ്ലസ് 3/2 എന്ന് പറഞ്ഞ ടി നമ്മൾ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഡി എക്സിൻ്റെ വാല്യൂ ഡി ടി എന്ന് കിട്ടും. സോ നമ്മുടെ ഈ ഇൻറ്റേഗ്രൽ I2 എന്ന് പറഞ്ഞ ഇൻറ്റേഗ്രലിനെ 1/2 ഇൻറ്റു ഇൻറ്റേഗ്രൽ 1/t² പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഡി ടി നമ്മൾ മാറ്റി എഴുതും. എന്നിട്ട് അറിയുന്ന ഫോമാണ് 1/x² പ്ലസ് a² ഇൻറ്റേഗ്രൽ 1/x² പ്ലസ് a². ഇൻറ്റേഗ്രൽ 1/x² പ്ലസ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ax/a ആണ് വരുന്നത്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 1/2 വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് t/1/2 എന്ന് വരും. പ്ലസ് സി ഉണ്ടാവും, കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രൽ ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് 2t പ്ലസ് c2 എന്ന് കിട്ടും. ഒന്നുമില്ല, ഇവിടെ നമുക്ക് t/1/2 ആണ്. സോ 1/2 മുകളിലേക്ക് പോകും, അതുകൊണ്ടാണ് അവിടെ 2t വരുന്നുള്ളത്. എന്നിട്ട് നമ്മൾ ടീൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു x പ്ലസ് 3/2 പ്ലസ് c2 എന്ന് വരും. നമ്മൾ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I2ൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 3 പ്ലസ് c2 എന്ന് കിട്ടും. സോ നമുക്ക് I1ഉം I2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റേഗ്രൽ എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/4 ലോഗ് ഓഫ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് 1/2 ടാൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 3 പ്ലസ് c എന്ന് കിട്ടും. നമുക്ക് 1/4 എന്തായാലും I1ന് മുന്നിൽ 1/4 ഉണ്ടായിരുന്നു, I2ന് മുന്നിൽ 1/2 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1/4ഉം 1/2ഉം ഇവിടെ വരുന്നുള്ളത്. നമ്മുടെ c എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? c1/4 പ്ലസ് c2/2 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. നമ്മൾ എന്താക്കും? ആദ്യം ഇതിനെ മുകളിലുള്ള ന്യൂമറേറ്ററിനെ നമ്മൾ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതും. എയുടെയും ബിയുടെയും വാല്യൂസ് കാണും. എന്നിട്ട് രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ഇൻറ്റഗ്രൽസും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സോൾവ് ചെയ്യും. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻറ്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് x² dx കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിനെ, അതായത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു a ഇൻറ്റു d/dx ഓഫ് 5 മൈനസ് 4x മൈനസ് x² പ്ലസ് b എന്ന് എഴുതും. സോ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് a ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് b എന്ന് എഴുതും. ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഉള്ളത്തെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ സോൾവ് ചെയ്യും. ഡെറിവേറ്റീവ് എടുക്കുമ്പം a ഇൻറ്റു ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -4 മൈനസ് 2x പ്ലസ് b എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4a മൈനസ് 2ax പ്ലസ് b എന്ന് വരും. നമ്മൾ അതിന് മാറ്റി എഴുതുമ്പോൾ -2ax മൈനസ് 4a പ്ലസ് b എന്ന് കിട്ടും. സോ നമ്മളിവിടെ എക്സ് പ്ലസ് 3യും ഈ ഒരു എക്സ്പ്രഷനും നമ്മൾ കമ്പയർ ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? -2aയുടെ വാല്യൂ 1 എന്ന് കിട്ടും. കാരണം എക്സിൻ്റെ കോഫിഷ്യൻറ്റ് ഇവിടെ -2a ആണ്, ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്. സോ -2a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ -1/2 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ കോൺസ്റ്റൻസ് കമ്പയർ ചെയ്യും. ഇവിടെ കോൺസ്റ്റൻറ്റ് -4a പ്ലസ് b ആണ്, ഇവിടെ കോൺസ്റ്റൻറ്റ് 3 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -4a പ്ലസ് ബിയുടെ വാല്യൂ 3 ആണ്. എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എയുടെ വാല്യൂ -1/2 ആണ്. സോ -4 ഇൻറ്റു -1/2 എന്ത് കിട്ടും? 2 കിട്ടും. 2b ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടും. സോ നമ്മൾ എയും ബിയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ തന്നിട്ടുള്ള ഇൻറ്റഗ്രൽ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽസ് ആയിട്ട് മാറ്റി എഴുതും. അതായത് -1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് -4 മൈനസ് 2x dx ദ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് x² പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് x². രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രൽസ് ആയി നമ്മൾ മാറ്റി എഴുതി. ഇത് നമ്മൾ -1/2 I1 പ്ലസ് I2 എന്ന് എഴുതി. നമ്മൾ ഇനി I1ഉം I2ഉം സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. I1 ഈസ് ഈക്വൽ ടു -4 മൈനസ് 2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് x² dx എന്ന് കിട്ടും. സോ നമ്മുടെ താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വരുന്നത്. സോ എന്താ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇൻറ്റഗ്രൽ ഓഫ് 1/√x dx എന്നുള്ള ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇൻറ്റഗ്രൽ 1/√x, അതായത് നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വരുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇൻറ്റഗ്രൽ 1/√x
റൂട്ട് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലായിരിക്കും. അങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് വരിക വെച്ചാൽ 2 റൂട്ട് എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു I1നെ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് C1 കോൺസ്റ്റൻ്റ് ആണ്, കാര്യമാക്കേണ്ട. I1ൻ്റെ വാല്യൂ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ I2 എടുക്കും. I2 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന ഫോമിലാണുള്ളത്. സോ ഇതിന് നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രൽ ഈ ഒരു ക്വാഡ്രാറ്റിക്കിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് മാറ്റി എഴുതും. സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് പുറത്തേക്ക് എടുക്കും. സോ -1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ എന്താ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ടേം എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ഒരു സ്ക്വയറിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതും. സോ നമ്മളിവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 ആണ്, 4ൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. സോ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 മൈനസ് 5 എന്ന് വരും. ഇതിനെ നമുക്ക് എന്താക്കാം, -1 ഇൻറ്റു എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് 9 എന്ന് എഴുതാം. സോ നമ്മളിത് -1 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 മൈനസ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വരും. സോ ഇതിനെ നമുക്ക് I2 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. നമുക്ക് അറിയുന്ന ഫോമാണ്. സോ നമ്മൾ t ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻറ്റഗ്രൽ I2 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നുള്ള ഫോമിലേക്ക് വരും. സോ നമുക്കറിയാണ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് വരുന്നതെങ്കിൽ അത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ആണ് വരിക. സോ നമുക്ക് എന്ത് കിട്ടും, I2ൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് ഓഫ് ടി ബൈ 3 പ്ലസ് C2 എന്ന് വരും. ടീൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 2 ബൈ 3 പ്ലസ് C2 എന്ന് കിട്ടും. സോ നമ്മൾ I1ഉം I2 നമ്മൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ മെയിൻ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം I1ൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 2 ബൈ 3 പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ സിയുടെ വാല്യൂ C2 മൈനസ് C1 ബൈ 2 എന്നായിരിക്കും കിട്ടുക. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 1, 2, 3 എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരും. ഈ ഒരു പാറ്റേൺസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പബ്ലിക് എക്സാമിനും വരുന്നത്. ശ്രദ്ധിക്കുക, സിമ്പിൾ സില്ലി മിസ്റ്റേക്സ് വരുത്താതിരിക്കുക, കാൽക്കുലേഷൻസ് ഒക്കെ നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം.